അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ സ്ക്വയർ നട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. സ്ക്വയർ നട്ട് വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ M24 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, D24 ആയിട്ട് കണക്കാക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ബേസ് ലൈൻ, ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 വിഡ്ത്ത് അക്രോസ് കോർണർ 2.12 D + 4.2 എന്ന് ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ടോട്ടൽ ഡിസ്റ്റൻസ് കാണുക. അതിൻ്റെ നേർപകുതിയാണ് എന്ത്, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 2.12 D + 3 4.2ൻ്റെ പകുതി ഇങ്ങോട്ടും വരച്ചിട്ട് ഹൈറ്റ് നമുക്കറിയാം, നട്ടിൻ്റെ ഹൈറ്റ് എപ്പോഴും D തന്നെയായിരിക്കും. D മാർക്ക് ചെയ്യുക. ദെൻ ഇവിടെ 2 ആർക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റും. ഇത് വിഡ്ത്ത് അക്രോസ് കോർണർ വെച്ചുകൊണ്ടാണ് നമുക്ക് 2 ഫേസാണ് കാണാം. മൊത്തം 4 ഫേസ് ആയതുകൊണ്ട് വിഡ്ത്ത് അക്രോസ് കോർണർ വയ്ക്കുമ്പോൾ 2 ഫേസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് D ആണ്. അതായത് 24 തന്നെയായിരിക്കും, ഈ ഡിയും സെയിം തന്നെയായിരിക്കും. അടുത്ത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ടോപ്പ് വരയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, മുകളിൽ നിന്ന് ലൈറ്റായിട്ടൊരു ലൈൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഈ പോയിന്റിൽ നിന്ന് 60 ഡിഗ്രി ഇങ്ങോട്ടും, ഈ പോയിന്റിൽ നിന്ന് 60 ഡിഗ്രി ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ കിട്ടും. സ്ക്വയർ കിട്ടിയതിന് ശേഷം ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ, വിഡ്ത്ത് അക്രോസ് കോർണറാണ്. അത് എത്ര വരിക, 2.12 D + 4.2 ആയിരിക്കും. ഇത്രയും കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് നമുക്ക് മാർക്ക് ചെയ്യാം. സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 സ്ക്വയർ ബോൾട്ടിൽ നമ്മൾ വരച്ചപ്പോൾ പറയാം ഒരു ഫേസ് എന്ന് പറയുന്നത് എന്താണ്, 1.5 D + 3 ആയിരുന്നു. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ നമുക്ക് ത്രെഡ് പോകുന്നുണ്ട്. അപ്പോൾ ത്രെഡ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഡോട്ടഡ് ഹിഡൻ ലൈൻ കാണിക്കാം. കാരണം അത് ഉള്ളിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിഡൻ ലൈൻ കാണിക്കുന്നു. ഇനി അത് തന്നെ താഴോട്ട് വരയ്ക്കുമ്പോൾ എന്തോ നമുക്ക് കാണുന്ന ഏരിയ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൃത്യമായി മുകളിൽ നിന്ന് ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വട്ടത്തിൽ സർക്കിൾ വരയ്ക്കാനുള്ള അതിൻ്റെ പോയിന്റ് കിട്ടും. അങ്ങനെ എന്ത് ചെയ്യുക, സർക്കിൾ കോമ്പസ് കൊണ്ട് നമ്മൾ സെൻറ്റർ ചെയ്തിട്ട് സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്ക്വയർ നട്ടും വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. 20 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു കൃത്യമായ അളവിൽ നിങ്ങൾ കോമ്പസൊക്കെ എടുത്ത് വരയ്ക്കുക. ഇത് റഫ് സ്കെച്ച് ചെയ്താണ്, ഇത് കൃത്യമായ അളവിൽ നിങ്ങൾ വരയ്ക്കാൻ നോക്കുക.